ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഇടവിട്ടുള്ള കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് അനുഭവപ്പെടുന്നു. ദുരന്തബാധിത പ്രദേശത്തെ 3 വാർഡുകളിലെ എല്ലാ കുടുംബങ്ങൾക്കും ധനസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായി. ADM കെ ദേവികയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കലങ്ങിമറിഞ്ഞ് ഒഴുകുകയാണ് പുന്നപ്പുഴ. ഇന്നലെയും ഇന്നുമായി പെയ്യുന്ന കനത്ത മഴയാണ് കാരണം. നേരത്തെ ഉരുൾപൊട്ടി മണ്ണിടിഞ്ഞ പുഞ്ചിരിമട്ടം വനറാണി എസ്റ്റേറ്റ് ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പുഞ്ചിരിമട്ടം റോഡിലും അട്ടമല റോഡിലും സ്കൂൾ, പുതിയ വില്ലേജ് റോഡുകളിലും വെള്ളം കയറി. രാവിലെ ജോലിക്ക് പോയവരെ ജീപ്പിലും മറ്റുമായി തിരികെ എത്തിച്ചു. സ്ഥലത്ത് സർക്കാരിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കനത്ത പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ തടഞ്ഞു. നിലവിൽ മഴ പെയ്ത അവിടെ പണിയില്ല ഇവിടുത്തെ നാട്ടുകാർക്ക്. അത് എന്നും പറയുന്നത്. അപ്പോൾ ഒരു പറയുന്നത് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് പണിയെടുക്കാലോ, അല്ലെങ്കിൽ നിങ്ങൾ കല്ലിൻ്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ ഡെയിലി ചോദിക്കുന്നതാ. വില്ലേജ് ഓഫീസർ ഈ നേരം വരെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ഉരുൾപൊട്ടിയിട്ട് വന്ന കല്ല് മരം ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരാം, ഇതൊക്കെ ഉണങ്ങിപ്പോൾ ഡ്രൈവ് ആയി പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വ ആനുകൂല്യം വില്ലേജ് ഓഫീസറാണ് മുടക്കിയുള്ളത്. നമ്മളത് പട്ടിണിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി. ADM കെ ദേവകി നടത്തിയ ചർച്ചയിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ദുരന്തത്തിന്റെ സമയത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഈ 3 വാർഡിലും ജീവിച്ചിരുന്ന എല്ലാവർക്കും കൊടുക്കും. അത് കൊടുക്കും. അതന്നെ വേണ്ടുള്ളൂ. മാഡം, അതിന് ഇനി എന്ത് ചെയ്യരുത്? ഇവരുടെ കയ്യിൽ നിന്നും സത്യവാങ്മൂലം കിട്ടുന്നത് വരെ കാത്തു നിൽക്കുന്നത്. പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായില്ലെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 100 മില്ലിമീറ്ററിന് മുകളിലാണ് പ്രദേശത്ത് മഴ പെയ്തത്. 24 വയനാട്.